എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സോയിലാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ത്യയിലെ ടൈപ്സ് ഓഫ് സോയിൽ ടൈപ്സ് ഏതൊക്കെയാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട സോയിൽ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നിർത്തി. അതിന് മുന്നേ നമ്മൾ മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണ്, സോയിൽ എന്താണ്, ഇൻവോൾവ്സ് അല്ലെങ്കിൽ മണ്ണിന്റെ ഉൽപ്പത്തിയെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ സോയിലിനെ ഉണ്ടാകുന്നതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങളെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിന്റെ അവസാന പോർഷനിലേക്കാണ് കടക്കുന്നത്. സോയിൽ ഫോർ സസ്റ്റനൻസ്, മണ്ണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ മണ്ണിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണ് നമ്മളെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് ഈ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ എല്ലാവരും എടുക്കണം. ബാക്കി പറയാൻ വേണ്ടി പോവുകയാണ്. സോയിൽ ഫോർ സസ്റ്റനൻസ് എന്നാണ് ഹെഡിങ്. നോക്കാം. വിത്തൗട്ട് സോയിൽ there will not be any plants or animals. എന്താണ്, മണ്ണില്ലാതെ എന്തില്ല, ജന്തുക്കളുമില്ല, സസ്യജാലങ്ങളും ഇല്ല. നിലനിൽക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല. പ്രധാനമായിട്ടും പ്ലാന്റ്സ് എവിടെയാണ് വളരുന്നത്, സസ്യങ്ങൾ വളരുന്ന എവിടെയാണ്, ഈ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് കാണപ്പെടുന്നത്, ടോപ്പ് സോയിൽ കാണപ്പെടുന്ന ഭാഗത്താണ് ആര് കാണപ്പെടുന്നത്, നമ്മുടെ സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് കാണണം. ഈ മണ്ണില്ലെങ്കിൽ ആർക്കൊക്കെ ജീവിക്കാൻ പറ്റില്ല, സസ്യങ്ങൾക്കും നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനായി പറ്റുകയില്ല. ദ കേസ് ഓഫ് മാൻ ഈസ് നോട്ട് ഡിഫറെന്റ്. മുകളിൽ പറഞ്ഞ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, അതുപോലെ തന്നെയാണ് ആരുടെ കാര്യവും, നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യരുടെ കാര്യവും. Soil is one of the important factors that makes life on the earth possible. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആര്, സോയിൽ അല്ലെങ്കിൽ മണ്ണ്. You know that the green plants absorb nutrients from the soil and prepare food with the help of sunlight. നമുക്കറിയാം, നമ്മൾ പഠിച്ചത് what is photosynthesis, എന്താണ് പ്രകാശ സംശ്ലേഷണം, എന്താണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ചെടികൾ എന്ത് ചെയ്യും, ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യും, ഫുഡ് പ്രിപ്പയർ ചെയ്യും. എവിടെ നിന്നുള്ള ന്യൂട്രിയൻസ്, സോയിലിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അപ്പം ഈ സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെടിയുടെ റൂട്ടിൽ എങ്ങോട്ട് പോകും, സോയിലോട്ട് പോകാനായി പറ്റുകയും ചെയ്യുള്ളൂ. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനായിട്ടും പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ സഹായം കൂടി എന്ത് ചെയ്യണം, വേണം. എന്തിന്, ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഹ്യൂമൻസ് ആൻഡ് അതർ അനിമൽസ് കൺസ്യൂംസ് ദീസ് പ്ലാന്റ്സ്. നമ്മുടെ മനുഷ്യന്മാരായിക്കോട്ടെ മറ്റു ജന്തുവർഗ്ഗങ്ങളായിക്കോട്ടെ ഈ സസ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഹരിത സസ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രീൻ പ്ലാന്റ്സിനാണ് എന്ത് ചെയ്യുന്നത്, ആഹാരമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പല പല കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ സസ്യങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. When plants and animals die, എപ്പോഴാണോ ഈ സസ്യങ്ങളും ജന്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്, they return to the soil. അത് എവിടെ തന്നെ അലിഞ്ഞ് ചേരുവിടെ, മണ്ണിൽ തന്നെ അലിഞ്ഞ് ചേരുന്നു. Observe the function of a food chain and the importance of soil with the help of your teacher. എന്താണ്, അധ്യാപകന്റെ സഹായത്തോടു കൂടി. നിങ്ങൾ പഠിച്ച ഫുഡ് ചെയിൻ, ബയോളജിയിൽ പഠിക്കുന്ന ഫുഡ് ചെയിൻ എന്താണ്, ഭക്ഷ്യ ആഹാര ശൃംഖല എന്നൊക്കെ പറയും. നമ്മുടെ ഗ്രാസിന് പുല്ലിനെ പുൽച്ചാടി കഴിക്കും, പുൽച്ചാടി തവള കഴിക്കും. സൈക്ലിക് പ്രോസസ് ആണ്, ചെയിൻ പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്. ബയോളജി അതിനെ പറ്റി എന്ത് ചെയ്യും, പഠിക്കും. സൈക്ലിക് പ്രോസസ് എന്ത് ചെയ്യും, അവസാനം ഇല്ല എവിടെ തന്നെ വന്ന് ചേരും, മണ്ണുമായിട്ട് എന്ത് ചെയ്യും, എന്ത് ചെയ്യൂടെ ചെയ്യും. What are the uses of soil? Do you see any agricultural activities? Is that only use of soil? List out the uses of soil. എന്താണ് മണ്ണിന്റെ ഉപയോഗം? നിങ്ങൾക്ക് ഫിഗർ, പല പല ഫിഗർ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ്, എന്താണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ്. ഒരു പടം കണ്ടാൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ പർപ്പസ്, നമ്മുടെ ചുടുകളിലൊക്കെ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ പർപ്പസിനാണ്. സോയിൽ ഉപയോഗിച്ചുണ്ടാക്കും, ബ്രിക്സ് ഉണ്ടാക്കും. അത് കൺസ്ട്രക്ഷൻ പർപ്പസ് നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. നിർമ്മാണം പണ്ട് കാലത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഈ മണ്ണ് ക്ലേ ഒക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഡിഫറെന്റ് യൂസസ് ഓഫ് സോയിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല, പോയിന്റ് ആഡ് ചെയ്ത് പോകണം. ഫസ്റ്റ് അഗ്രികൾച്ചർ, കാർഷിക ആവശ്യങ്ങൾക്കായി നമ്മൾ മണ്ണിനെ എങ്ങനെ ഉപയോഗിക്കും, അതായത് മണ്ണുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, ഫസ്റ്റ് പോയിന്റ് പഠിച്ചു പോണേ. എന്തിന്, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, കൃഷിക്ക് നമ്മൾ എന്ത് ആവശ്യമാണ്, മണ്ണ് ആവശ്യമാണ്. സെക്കൻഡ് പോയിന്റ് നേരത്തെ പറഞ്ഞ കാര്യം, ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ ബിൽഡിംഗ്, എന്ത് ചെയ്യാൻ, നിർമ്മാണങ്ങൾ, കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ എന്ത് ആവശ്യമാണ്, സോയില് ആവശ്യമാണ്. തേർഡ് പോയിന്റ് എന്താണ്, പോട്ടറൈസ്. എന്താണ് പോട്ടറി എന്ന് പറയുമ്പോൾ, clay soil is used in making ceramics or pot. നമ്മളെ മൺകുടങ്ങളിൽ പാത്രങ്ങളൊക്കെ, മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കട്ടെ, ഈ ക്ലേ പോലുള്ള സോയിൽ എന്ത് ഉപയോഗിക്കുക, പോട്ടറി. അപ്പൊ എന്താണ്, ഈ ചെറിയ ചെറിയ പാത്രങ്ങള്, അതുപോലെ തന്നെ എന്താണ് ചട്ടി, അതുപോലെ സാധനങ്ങൾ അമ്പലങ്ങളിലൊക്കെ പൊങ്കാലൊക്കെ കൊണ്ടുവന്ന ചട്ടി പാത്രങ്ങളൊക്കെ ഇല്ല, അതെന്താണ് മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ നമുക്ക് യൂട്യൂബ് വെച്ചാൽ കാണാൻ പറ്റുന്ന പോട്ടറി മേക്ക് ചെയ്യുന്ന കറക്റ്റ് എന്താണ്
അത് പല പല ഷേപ്പാക്കി മണ്ണ് ക്ലേയിൽ മണ്ണ് നനച്ച് പല പല ഷേപ്പാക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം പോട്രീസ് എന്നാണ് പോട്രീസ് നിർമ്മിക്കാൻ എന്താവശ്യമുണ്ട് ഈ സോയിൽ ഉപയോഗപ്പെടും. ഫോർത്ത് പോയിന്റ് മെഡിസിൻ. എന്താണ് മെഡിസിൻ? മണ്ണ് കൊണ്ട് മെഡിസിൻ ഉണ്ടാക്കും. മരുന്നുകളുടെ നിർമ്മാണത്തിന് സോയിൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ആന്റിബയോട്ടിക്സ്. അസുഖം വരുന്നു, എവിടെ പോകുന്നു? ഹോസ്പിറ്റലിൽ പോകുന്നു, ഗുളിക തരുന്നു. എന്താണ് ആ ഗുളിക തരുമ്പോൾ? ഗുളികയിൽ വളരെ കുറച്ച് പോഷൻ മാത്രമേ മരുന്നുള്ളൂ. ബാക്കി ഫുൾ ക്ലേ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. വൈറ്റ് കളർ പാരസെറ്റമോൾ എടുക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ക്ലേ ആണ്. അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ എന്തുള്ളൂ മെഡിസിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ചേർക്കൂ. ബാക്കി അത്ര എന്താണ് ഈ ക്ലേ പോലുള്ള മെറ്റീരിയൽ. ക്ലേ ഡയറക്റ്റ് ക്ലേ എടുത്ത് അതിനെ അങ്ങനെ ഉരുട്ടി വെച്ചേക്കണല്ല. ക്ലേ പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്ത് അതിനെ പല പല പ്രോസസ് നടത്തി അങ്ങനെ ആക്കി മാറ്റിയിരിക്കും. അപ്പം മെഡിസിൻ ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കും? നമ്മുടെ സോയിൽ എന്ത് ഇവിടെ ഉപയോഗിക്കും? പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം സോയിൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻസ് അല്ലെങ്കിൽ എന്തുണ്ടാക്കാൻ? ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ എന്താവശ്യമാണ്? സോയിൽ ആവശ്യമാണ്. 4 പോയിന്റായി. അടുത്ത അവസാനം 5ാമത്തെ പോയിന്റ് ആണ് എന്താണ്? ബ്യൂട്ടി പ്രോഡക്ട്സ്. ഇതാണ് സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട്. എന്താണ് ബ്യൂട്ടി പ്രോഡക്ട്സ് ആർ മെയ്ഡ് വിത്ത് സോയിൽ. പൗഡർ എന്താണ്? മുഖത്ത് വാരി തേക്കുന്ന പൗഡർ എന്താണ്? ക്ലേ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത് പൗഡർ എന്ന് പറയുന്ന. അങ്ങനെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ എന്ത് ഉപയോഗിക്കും? നമ്മുടെ സോയിൽ എന്ത് ഇവിടെ ഉപയോഗിക്കും. അപ്പൊ എന്തുകൂടെ ഓടിച്ച് പോയിന്റ് പറയാണ്, സോയിൽ ഫോർ സസ്റ്റൻസ്. മണ്ണ് നമുക്ക് പല പല കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടെ? ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ഫസ്റ്റ് അഗ്രികൾച്ചർ, സെക്കൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസ്, തേർഡ് പോട്ടറി, ഫോർത്ത് മെഡിസിൻസ്, ആണ് ലാസ്റ്റ് ബ്യൂട്ടി പ്രോഡക്ട്സ്. ഇതെന്താണ്? ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ ടെക്സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? വിത്തൗട്ട് സോയിൽ ദർ വിൽ നോട്ട് ബി എനി പ്ലാന്റ്സ് ഓർ അനിമൽസ് ഓർ ഈ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യന്മാരായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, ജന്തുക്കളായിക്കോട്ടെ, എന്തില്ലാതെ സോയിൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. പല പല കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കും? സോയിൽ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആഹാരത്തിനായി ആശ്രയിക്കുന്ന ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യൂടെ? ഈ സോയിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ എന്തുണ്ടാക്കുന്നത്? സൺലൈറ്റിനെ സാധ്യത എന്തുണ്ടാക്കട്ടെ? ഫുഡ് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ആ ഫുഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽപ്പ് ഉള്ളൂ. ഇനി നമ്മൾ പറയുന്ന പല പല യൂസ് പറഞ്ഞ് അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടെ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കഴിഞ്ഞു? സോയിൽ ഫോർ സസ്റ്റനൻസ്. അടുത്താണ് പറയേണ്ടി പോകുന്ന ഹെഡിങ് ആണ് പെരിഷിംഗ് സോയിൽ. പുതിയ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും പെരിഷിംഗ് എന്ന് പറയുന്ന വാക്ക്. പെരിഷിംഗ് മീൻസ് എന്ത് ചെയ്യാം? നാശം സംഭവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ്. പെരിഷിംഗ് എന്ന വാക്കിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ആരാണ് മരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് നശിക്കുന്നത്? പെരിഷിംഗ് സോയിൽ. മണ്ണ് എങ്ങനെയൊക്കെയാണ് നശിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാഠഭാഗത്തിൽ അടുത്തായിട്ട് പറയാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ശ്രദ്ധിച്ച് നോക്കാം. സോയിൽ ഗെറ്റ് depleted due to various human activities such as deforestation, destruction of hills and unscientific agricultural activities. എന്താണ്? സോയിൽസ് ഗെറ്റ് ഡിപ്ലീറ്റഡ്. മണ്ണ് എന്ത് ചെയ്യുക? നശിച്ചു പോവുക. എങ്ങനെയൊക്കെ നശിച്ചു പോകുന്നത്? ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മനുഷ്യന്റെ പല പല പ്രവർത്തനങ്ങൾ കാരണം മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? നശിച്ചു പോകുന്നുണ്ട്. ഫസ്റ്റ് ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു 10-200 മരങ്ങൾ ഒരുമിച്ച് മുറിച്ച് മരം അല്ലെങ്കിൽ ഒരുപാട് മരങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നശിപ്പിക്കുമ്പോൾ എന്ത് കാരണമാകും? മണ്ണ് നശീകരണത്തിന് കാരണമായിട്ട് മാറുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, വലിയ വലിയ മലകളും കുന്നുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ JCB അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഇടിച്ചു മാറ്റുമ്പോൾ എന്തിന് കാരണമായിട്ട് വരും? മണ്ണ് നശീകരണം അല്ലെങ്കിൽ സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറുന്നു. തേർഡ് പോയിന്റ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. എന്താണ് അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ? പണ്ട് കാലത്തൊക്കെ എത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെന്താണ് ജൈവവളങ്ങൾ മാത്രം, ബയോ വേസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചത് എന്തിനു വേണ്ടി? കൃഷി ആവശ്യങ്ങൾക്കാണ്. ചാണകം അതുപോലെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽ എന്താണ് ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റൂടെ? നമ്മൾ കിട്ടുന്ന ഉൽപാദനം എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? വലിയ 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 എന്താണ് ഒരുപാട് അളവിൽ നെല്ലുൽപാദനം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ വാഴത്തിന്റെ വലിയ സൈസിലുള്ള എന്താണ് ബനാന, വാഴപ്പഴങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും. നമ്മൾ സാധാരണ ജൈവവളം ഉപയോഗിക്കുന്നതിനേക്കാൾ എന്ത് ഉപയോഗിക്കുമ്പോഴും ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? വലിയ വിളവ് എന്ത് ചെയ്യും? നമുക്ക് അല്ലെങ്കിൽ ഉൽപാദനം കൂടുതലായിട്ട് ലഭിക്കും. പക്ഷേ ഈ ഉൽപാദനം കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും ഈ കെമിക്കൽ അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യൂടെ കുറയും. ഒരുപാട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം നല്ല വിളവുണ്ടാകും. പിന്നെ കുറെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും?
മണ്ണ് നശിക്കുന്നതിന് കാരണമായിട്ട് മാറും. അതാണ് എന്താണ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങളും എന്തിന് കാരണമായിട്ട് മാറും? മണ്ണിന്റെ അല്ലെങ്കിൽ സോയിലിന്റെ ഡിപ്ലീഷന് കാരണമായിട്ട് മാറും. ഓക്കെ, എന്താണ് പറഞ്ഞത്? സോയിൽ ഈസ് ഡിപ്ലീറ്റഡ് അല്ലെങ്കിൽ സോയിൽ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു വേരിയസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഏതൊക്കെയുണ്ട് പഠിക്കണേ? ഡിഫോറസ്റ്റേഷൻ വനനശീകരണം, സെക്കൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് വലിയ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നശിപ്പിക്കുന്നത്, തേർഡ് പോയിന്റ് ആൻഡ് അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും എന്തിന് കാരണമായിട്ട് മാറും? മണ്ണിന്റെ എന്താണ് നിലനിൽപ്പിനെ ബാധിക്കും. അടുത്തത് യു നോ ദാറ്റ് ദ റൂട്ട്സ് ഓഫ് ട്രീസ് ഹോൾഡ് ദ സോയിൽ ലൈക്ക് എ നെറ്റ്. എന്താണ്? ചെടികളുടെയൊക്കെ വേരുകള് മണ്ണിന് എന്ത് കണക്ക് ഒരു വല വെച്ച് എന്ത് ചെയ്യുന്ന കണക്കാണ്. വല വെച്ച് നമ്മൾ സാധനം പ്രൊട്ടക്ട് വെച്ച് കണക്കാണ് ചെയ്യുന്നത്. ഈ റൂട്ട് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? സോയിലിനെ അല്ലെങ്കിൽ ടോപ്പ് സോയിലിനെ പ്രൊട്ടക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. അടുത്തതോ മാൻ ഈസ് കില്ലിംഗ് ദ സോയിൽ ബൈ എന്താണ് ഫെല്ലിംഗ് ദി സ്ട്രീറ്റ്സ് ആൻഡ് ടില്ലിംഗ് ദ ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ് intensively without considering the environment. അപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്യണം? മാൻ ഈസ് കില്ലിംഗ്. മാൻ എന്ത് മനുഷ്യന്മാർ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? മണ്ണിനെ കൊല്ലുകയാണ്. എങ്ങനെ കൊല്ലുകയാണ്? കില്ലിംഗ് ദ സോയിൽ ബൈ ഫെല്ലിംഗ് ദീസ് ട്രീസ്. ഈ മണ്ണിനെ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോലെ പിടിച്ചു വെക്കുന്ന മരങ്ങളെ മുറിച്ച് കളഞ്ഞും അതുപോലെ തന്നെ ടില്ലിംഗ് ദ ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ്. ഒരുപാട് കുന്നുപ്രദേശങ്ങളൊക്കെ കിളച്ചു മറിച്ച് അല്ലെങ്കിൽ ഇളക്കിയേക്ക് മണ്ണിനെയൊക്കെ ഇളക്കി തട്ടിയത് ആരെ കൊല്ലുകയാണ്? മണ്ണിനെ കൊല്ലുകയാണ്. ലാൻഡ് ഫോർ കൾട്ടിവേറ്റിംഗ് കൃഷി ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിനെ JCB ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഒരുപാട് എന്ത് ചെയ്യുമ്പോഴും ഇളക്കി മറിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് കാരണമായിട്ട് മാറും. സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറും. വിത്തൗട്ട് കൺസിഡറിംഗ് ദി എൻവയോൺമെന്റ്. മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും കിളയ്ക്കുമ്പോഴും കുത്തിടിക്കുമ്പോഴും ആരെപ്പറ്റി ചിന്തിക്കൂല? പരിസ്ഥിതിയെ പറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പറ്റി ചിന്തിക്കൂല. അപ്പൊ പരിസ്ഥിതിയെ പറ്റി ചിന്തിക്കാതെ മനുഷ്യന്റെ സ്വന്തം സെൽഫിഷ് ബിഹേവിയർ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി എന്ത് ചെയ്യൂടെ? ഈ മണ്ണിന് ഒരുപാട് കാര്യങ്ങൾക്ക് മനുഷ്യൻ മരങ്ങൾ മുറിച്ച് മാറ്റുന്നതിലൂടെ കുന്നുകൾ ഇടിച്ച് കളയുന്നതിലൂടെ എന്ത് ചെയ്യും? ഒരുപാട് ടില്ലിംഗ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ എന്നാണ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ ലാൻഡിനെ ടില്ല് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉഴുതുമറിക്കാന്ന് പറഞ്ഞു. ഉഴുതുമറിക്കുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് മണ്ണ് ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നതിന് കാരണമായിട്ട് മാറുന്നു. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ സോയിൽ ആൻഡ് ഹ്യൂമൻസ് ഇൻകോർപ്പറേറ്റിംഗ് ദ. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മണ്ണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുള്ള കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്? നോട്ട് എന്ത് ചെയ്യുക? തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴെ ഒരു 6 പോയിന്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. പഠിച്ചു പോണ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് താഴെ പറയുന്നത്. നോക്കാം എങ്ങനെയൊക്കെയാണ് സോയിൽ ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ടെക്സ്റ്റിൽ നോക്കി പോണ പോയിന്റുകൾ ഓക്കെ ഓരോരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോരോ പോയിന്റുകൾ പറയാൻ പോകുന്നു. നോക്കാം നമുക്ക്. നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസ് പൊല്യൂഷൻ. നോൺ ഡീഗ്രേഡബിൾ മണ്ണുമായിട്ട് അലിഞ്ഞു ചേരാത്ത വസ്തുക്കൾ. എങ്ങനെയുള്ള വസ്തുക്കൾ? ലൈക്ക് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല? നമ്മൾ എത്ര മണ്ണിട്ടാലും എന്ത് ചെയ്യില്ല? മണ്ണുമായിട്ട് എന്ത് ചെയ്യില്ല? മിക്സ് ആയിട്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ മുടി ഒരിക്കലും എന്തോട് ചെയ്യില്ല? മണ്ണുമായിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്ത് ചെയ്യില്ല. നമ്മുടെ ശരീരത്തിലെ നഖം ഒരിക്കലും ആയിട്ട് മിക്സ് ആവില്ല. എത്ര നാൾ കഴിഞ്ഞാൽ അവിടെ തന്നെ നഖം എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കും. മണ്ണുമായിട്ട് എന്ത് ചെയ്യില്ല? ഡീഗ്രേഡബിൾ അല്ല. ആരാണ് നമ്മൾ വിളിക്കുന്നത്? നോൺ ഡീഗ്രേഡബിൾ. എന്ത് ചെയ്യാത്തത്? അലിഞ്ഞു ചേർന്ന് പോകാത്ത വസ്തുക്കൾ നമ്മൾ വിളിക്കുന്നു നോൺ ഡീഗ്രേഡബിൾ. അലിഞ്ഞു പോയി നമ്മൾ വിളിക്കുന്നത് ഡീഗ്രേഡബിൾ എന്നും അതിന്റെ ഓപ്പോസിറ്റ് ആണ് നോൺ ഡീഗ്രേഡബിൾ. അപ്പൊ ഈ മുടിയും നഖം പോലെ നമ്മൾ ഈ നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽ ആരൊക്കെ? നമ്മൾ ഉദാഹരണം പ്ലാസ്റ്റിക്. അപ്പൊ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ പാൽ കൊണ്ടുവരുന്ന കവറൊക്കെ കൂടി ചുമ്മാ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും പുറത്തേക്ക് എന്ത് ചെയ്യും? വലിച്ചെടുത്ത് കളയും. അപ്പൊ അത് എത്ര വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യൂടെ? മണ്ണിനടി തന്നെ അതുപോലെ എന്ത് ചെയ്യൂടെ കിടക്കും. ഒരു മാറ്റം സംഭവിക്കില്ല. അതുപോലെ കളറൊക്കെ പോകുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യില്ല? മണ്ണുമായിട്ട് മിക്സ് ആയി ചേരില്ല. അത് എന്തിന് കാരണമായിട്ട് വരാം? മണ്ണ് സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറും. എങ്ങനെ? ഈ അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഈ നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് പോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് നിക്ഷേപിക്കുമ്പോൾ എന്ത് ചെയ്യും? സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറുന്നു. സെക്കൻഡ് പോയിന്റ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. എന്താണ് ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അമിതമായ എന്തുപയോഗം? രാസവളങ്ങളുടെ ഉപയോഗം. അമിതമായി നമ്മൾ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? പ്രൊഡക്ഷൻ. ഒരു കർഷകന് അമിതമായി എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഓവർ പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? വിൽക്കുമ്പോൾ അനുസരിച്ച് എന്ത് കിട്ടുക? പൈസ എന്ത് ചെയ്യും? കിട്ടാവും. ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അമിതമായിട്ട് ഉൽപാദനം കിട്ടി അമിതമായിട്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരുപാട് എന്ത് ഉപയോഗിക്കും? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങള് കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഈ ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ, മണ്ണിനെ എന്ത് ചെയ്യണം? ഘടനയെ തന്നെ എന്ത് ചെയ്യണം? മാറ്റും. അപ്പം ആദ്യം ഒരു തവണ നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? രാസവളം ഉപയോഗിക്കണം. അപ്പം
അതിന് ചിലപ്പോൾ കളറിൽ മാറ്റം ഉണ്ടാവും. അടുത്ത തവണ വീണ്ടും ഉപയോഗിക്കുമ്പോൾ സ്ട്രക്ചർ അതിന്റെ ഘടന എല്ലാവരും മാറുന്നതിന് കാരണമായിട്ട് മാറുന്നു. അപ്പം ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്ട് നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് കോസസ് സോയിൽ പൊല്യൂഷൻ എന്നാണ്. മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് പോവാത്ത വസ്തുക്കളായ പ്ലാസ്റ്റിക്കുകൾ പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം എന്തിന് കാരണമായിട്ട് മാറും? സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറുന്നു. സെക്കൻഡ് പോയിന്റ് ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അമിതമായ എന്താണ് അവിടെ പറഞ്ഞത് ഓവർ യൂസ് ആണ്. കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓവർ യൂസ് ആകുമ്പോൾ എന്ത് ചെയ്യൂടെ അത് എന്തിന് കാരണമായിട്ട് ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ. മണ്ണിന്റെ ഘടനയെ തന്നെ എന്ത് ചെയ്യും? മാറ്റുന്നതിന് കാരണമായിട്ട് മാറുന്നു. തേർഡ് പോയിന്റ് അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ ആൻഡ് കോറിംഗ്. അശാസ്ത്രീയമായ എന്താണ് കൺസ്ട്രക്ഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളും കോറിംഗ് പാറ പൊട്ടിക്കൽ. എന്താണ് ഇപ്പൊ നമ്മൾ മൂന്നാർ പോലുള്ള മേഖലകളൊക്കെ ഉയർന്ന പ്രദേശങ്ങളാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകും. അപ്പൊ അവിടെ എന്താണ് ആ മണ്ണിടിച്ചിലുള്ള പ്രധാനപ്പെട്ട ലാൻഡ് സ്ലൈഡിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അടുത്ത ഇഷ്ടംപോലെ കോറികളുണ്ട്, പാറക്കോറികളുണ്ട്, പാറ പൊട്ടിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല ഒരുപാട് ബ്ലാസ്റ്റിംഗ്, ഒരുപാട് എക്സ്പ്ലോസീവ്സ് എന്ത് യൂസ് ചെയ്യും. അപ്പം ആ എക്സ്പ്ലോസീവ്സ് വെച്ച് യൂസ് പൊട്ടിക്കുന്ന സമയത്ത് അടുത്തൊക്കെ ഉള്ള വീടുകളിൽ ട്രംബ്ലിംഗ് ഉണ്ടാകും. അപ്പം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് എന്ത് ഇവിടെ ഇളകുന്നതിന് കാരണമായിട്ട്. അപ്പൊ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ഈ ഇളകിയിരിക്കുന്ന മണ്ണൊക്കെ എന്ത് ചെയ്യും? മഴയുടെ കൂടെ മിക്സ് ആയിട്ട് ശക്തമായിട്ട് സൗണ്ടോട് കൂടി പൊട്ടി താഴേക്ക് എന്ത് ചെയ്യും വരും. അപ്പൊ നമുക്ക് അറിയാൻ പോലും നമുക്ക് സമയം പോലും എന്ത് ചെയ്യില്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ ഇപ്പൊ കുന്നു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ അശാസ്ത്രീയമായിട്ട് ചുമ്മാ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ട് ബിൽഡിംഗ് കിട്ടാൻ എന്തിയുടെ ഏത് സമയവും അത് ഇടിഞ്ഞു വീഴാനുള്ള പോസിബിലിറ്റി എന്താണ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ചെറിയ മഴ പെയ്യുമ്പോഴൊക്കെ പൊന്മുടി പോണ റോഡൊക്കെ എന്ത് ഇവിടെ ഇടിഞ്ഞതാണ്. കാര്യം എന്താണ്? അത് ഹില്ലി റീജിയൻസിലുള്ള റോഡ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പം അവിടെ എന്ത് ചെയ്യുമ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ ഒക്കെ എന്തിന് കാരണമായിട്ട് മാറും? അവിടെ ബിൽഡിംഗ് പോലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ റോഡൊക്കെ എന്ത് ചെയ്യുന്നത് കൊളാപ്സ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. അപ്പൊ അൺസയന്റിഫിക് കൺസ്ട്രക്ഷനും കോറിങ്ങും എന്തിന് കാരണമായിട്ട് മാറാം? സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട് മാറുന്നു. 3 പോയിന്റായി. അടുത്ത 4ാമത്തെ പോയിന്റ് യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ് എന്നാണ്. യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് എന്നാണ്. കൃഷിക്ക് ഉപയോഗിക്കേണ്ട ഭൂമി നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. പണ്ട് കാലത്ത് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ആ കൃഷിഭൂമി എന്ത് ചെയ്യണം? നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നെൽപ്പാടമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ ട്രെൻഡ് എന്താണ്ടേ ഈ പാടങ്ങളൊക്കെ എന്ത് ചെയ്യും? ചുമ്മാ ലോറിയിൽ മണ്ണ് കൊണ്ട് എന്ത് ചെയ്യും? ആ നെൽപ്പാടങ്ങൾ അതിന് വെറ്റ്ലാൻഡ്സ് എന്ത് ചെയ്യും? മണ്ണ് കൊണ്ടിട്ട് നികത്തും. അവിടെ എന്ത് വെക്കും? വീട് വെക്കും. ഏതെങ്കിലും മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യൂടെ? ആ വീടെല്ലാം കൂടെ വെള്ളത്തിന്റെ അടിയിൽ ആവും. കാര്യം എന്താണ്? പണ്ട് കാലത്ത് അവിടെ എന്തായിരുന്നു? നെൽപ്പാടമായിരുന്നു. ഒരുപാട് വെള്ളം തിങ്ങുന്നത്, വെള്ളം ആഴ്ന്നിറങ്ങി പൊക്കൊണ്ടുന്ന പ്രദേശമായിരുന്നു. അവിടെ നമ്മൾ മണ്ണിന്റെ നികത്തി എന്തുണ്ടാക്കി? ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് കെട്ടി. അതാണ് നമ്മളെ ഫ്ലാറ്റൊക്കെ ഇപ്പൊ എറണാകുളം, കൊച്ചി പോലുള്ള മേഖലകളിൽ ചെറിയ മഴ പെയ്യപ്പെട്ടെങ്കിൽ ഇവിടെ വെള്ളം കയറും. കാര്യം എന്താണ്? അവിടെ പണ്ട് ഇഷ്ടം പോലെ പാടമുള്ള മേഖലയായിരുന്നു എറണാകുളം എന്ന് പറയുന്ന മേഖല. അപ്പൊ അവിടെ ഇപ്പൊ ഫുൾ ഫ്ലാറ്റുകളായിട്ട് മാറി. അപ്പൊ ഫ്ലാറ്റ് കിട്ടുമ്പോൾ വെള്ളത്തിൽ ഒഴുകി പോയപ്പോ എന്തില്ല? വഴിയൊന്നും ഇല്ല. വെള്ളം അവിടെ തങ്ങി എന്ത് ചെയ്യിപ്പിക്കും. അതുപോലെ എന്താണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമി എന്തിനു ഉപയോഗിക്കുമ്പോൾ വേറെ പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് മാറുന്നത്? അത് സോയിൽ ഡിപ്ലേഷനും ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് മാറുന്നു. അപ്പോൾ യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. കൃഷിക്ക് ഉപയോഗിക്കേണ്ട ഭൂമി എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൃഷിക്ക് തന്നെ ഉപയോഗിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. 5ാമത്തെ പോയിന്റ് ഡ്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിൽ. എന്താണ്? ഒരുപാട് വേസ്റ്റ് വാട്ടർ, മലിനജലം പ്രധാനമായിട്ടും എവിടെ നിന്നുള്ളതാണ്? ഈ ഫാക്ടറികളിൽ നിന്നൊക്കെ ഒരുപാട് മലിനജലം എങ്ങോട്ട് ഒഴിക്കും? മണ്ണിലോട്ട്. മണ്ണിന് എന്ത് നഷ്ടപ്പെടും? ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ട് മാറുന്നു. നമ്മൾ വീട്ടിൽ നിന്നുള്ള നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് വാട്ടർ ഒന്നും ചെയ്യില്ല പോലും. അത് ഒരുപാട് നമ്മളെ പച്ചക്കറികളുള്ള സാധനങ്ങൾ ഒരുപാട് മണ്ണിന് ഉപയോഗമുള്ളതാണ്. പക്ഷേ ഫാക്ടറി എന്നൊക്കെ ഒരുപാട് കെമിക്കൽസ്, ആസിഡൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ആസിഡൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഇൻഡസ്ട്രികളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് ഒരുപാട് എന്തുകൂടെ വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യും? സോയിലിലോട്ട് അല്ലെങ്കിൽ നദികളിലോട്ട് അമിതമായിട്ട് എന്ത് ചെയ്യും? ഒഴിക്കുന്നു. അപ്പോൾ എന്തൊരു കാരണമായിട്ട് മാറും? സോയിൽ ഡിപ്ലീഷനും സോയിൽ പൊല്യൂഷനും കാരണമായിട്ട് മാറുന്നു. ലാസ്റ്റ് പോയിന്റ് ഓവർ ഗ്രേസിംഗ്. അമിതമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ കന്നുകാലികളൊക്കെ എന്ത് ചെയ്യും? പുല്ലുകളൊക്കെ തിന്ന് നശിപ്പിക്കും. കന്നുകാലികൾ മേയ്ക്കാൻ വേണ്ടി നമ്മളെ കുന്നു പ്രദേശങ്ങളിലൊക്കെ വിടാൻ പറ്റുന്ന സമയത്ത് ഈ പശുക്കൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആടൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് പുല്ല് എന്ത് ചെയ്യും? ഇവിടെ തിന്നും. അതായത് അമിതമായിട്ട് എന്ത് ചെയ്യും? മേഞ്ഞ് നടന്ന പുല്ലുകൾ. അപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? അതായത് അവിടെ ഒരുപാട് മരങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ആ മണ്ണിനെ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് വെക്കും. ഇനി മരങ്ങളൊന്നും ഇല്ലെങ്കിലോ ആ മണ്ണിന് എന്ത് ലൂസായിട്ടായിരിക്കും, പെട്ടെന്ന് മഴ ഒളിച്ചെന്ത് ചെയ്യുന്നു. അപ്പൊ ഈ പുല്ല് നിൽക്കുന്ന പ്രദേശങ്ങളിലെ പുല്ലിന്റെ റൂട്ട് എന്ത് ചെയ്യും? ഇവിടെ അവിടെ ഹില്ലി റീജിയനിൽ നിൽക്കുന്ന സോയിലിൽ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്ത് എന്ത് ചെയ്യും? വെക്കുന്നു.
ഓക്കെ, അപ്പൊ ഈ പുല്ലിലേക്ക് ആര് കഴിക്കുമ്പോഴേ ഈ കന്നുകാലികൾ അല്ലെങ്കിൽ കാറ്റൽസ് കഴിക്കുമ്പോഴേക്കൂടെ അവിടെ മണ്ണിന് ആ നെറ്റ്വർക്ക് പോലെ ഹോൾഡ് ചെയ്ത് വെച്ച കപ്പാസിറ്റി എന്ത് ചെയ്യും പോകുന്നു. അടുത്തൊരു മഴ പെട്ടെന്ന് എന്ത് ചെയ്യും ഒളിച്ച് പോകും. ഓക്കെ, പ്രധാനമായിട്ടും 6 പോയിന്റാണ് പറഞ്ഞത്. എന്താണ് ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്, പല പല ഡിഫറെന്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തിന് കാരണമായിട്ട് മാറും, സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട്. എന്തൊക്കെയാണ് പോയിന്റ് എന്ന് പറഞ്ഞത്? 3 പറഞ്ഞു. ഡിഫോറസ്റ്റേഷൻ പറഞ്ഞു, അടുത്ത ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, അടുത്ത അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നാണ്. വനനശീകരണം, കുന്നുകൾ അടിച്ചു കളയുന്നു, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ. അല്ല നമ്മൾ എല്ലാം കൂടെ എങ്ങനെയാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ് പറയുന്നത് നമ്മൾ നോക്കിയാണ്. നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് പ്ലാസ്റ്റിക് ഓർ സോയിൽ പൊല്യൂഷൻ. മണ്ണുമായിട്ട് മിക്സ് ആവാത്ത പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കാരണമായിട്ട് മാറും. സോയിൽ പൊല്യൂഷന് കാരണമായിട്ട് മാറും. അടുത്ത ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ദാറ്റ് ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് സോയിൽ എന്നാണ്. നമ്മൾ അമിതമായിട്ടുള്ള എന്തുപയോഗം, അശാസ്ത്രീയമായ അമിതമായിട്ടുള്ള എന്തുപയോഗം, രാസവളങ്ങളുടെ ഉപയോഗം മണ്ണിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ പല പല ഘടനയ്ക്ക് മാറ്റത്തിന് കാരണമായിട്ട് മാറും. അടുത്ത അൺസയന്റിഫിക് കൺസ്ട്രക്ഷണൽ കോറിംഗ്. നമ്മൾ കുന്നുപ്രദേശങ്ങളിലൊക്കെ അശാസ്ത്രീയമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാറ പൊട്ടിക്കുന്നതൊക്കെ സോയിലിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറുന്നു. അടുത്ത യൂസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ് ആണ്. കൃഷിക്ക് ഉപയോഗിക്കേണ്ട ഭൂമി എന്ത് ചെയ്യുക, ബാക്കി പല പല കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണമാണ് സോയിൽ ഡിപ്ലീഷൻ കാരണമായിട്ട് മാറുന്നു. അടുത്ത ട്രെയിനിങ് വേസ്റ്റ് വാട്ടർ ഇൻ ടു സോയിൽ ഓൺ എ ലാർജ് സ്കെയിലാണ്. അമിതമായിട്ട് എന്ത് ചെയ്യണേ, മലിനമായ വെള്ളം ഫാക്ടറികളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി വ്യവസായശാലകളിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നത് മണ്ണിലേക്ക് ഒഴുക്കിവിടുന്നതിന് കാരണമായിട്ട് സോയിൽ പൊല്യൂഷന് കാരണമായിട്ട് മാറും. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓവർ ഗ്രേസിംഗ്. അമിതമായിട്ടുള്ള എന്ത് ചെയ്യുമ്പോഴും വൻതോതിൽ മണ്ണിൽ അമിതമായുള്ള കന്നുകാലികളുടെ മേച്ചിൽ എന്ന് പറയുന്നതിന് കാരണമായിട്ട് മാറും. സോയിലിന് എന്ത് ചെയ്യുമ്പോഴും സോയിലിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. നമ്മൾ ലാസ്റ്റ് പറയാനായിട്ട് പോകുന്നത് അതാണ് സോയിലിനെ നമുക്ക് എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് സോയിൽ പാഠഭാഗത്തിലെ അവസാന ടോപ്പിക്കാണ്. ലെറ്റ് us കൺസേർവ് സോയിൽ. നമുക്ക് ആരെ സംരക്ഷിക്കാം, മണ്ണിനെ സംരക്ഷിക്കാം. നോക്കണേ, once the topsoil is lost, what is left behind is barren land or rocky surface. എന്താണ് മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ലഭ്യമാകുന്നുണ്ട് നമുക്ക് ഉപയോഗമില്ലാത്ത ബാരൻ ലാൻഡ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ കുന്ന് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മണ്ണിടിച്ചിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ടോപ്പ് സോയിൽ ഫുൾ എന്ത് ചെയ്യും ഇവിടെ താഴെ. പിന്നെ അവിടെ നമുക്ക് ഒന്നിനും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇപ്പം മഴ പെയ്ത സമയത്ത് നിങ്ങൾ മൂന്നാറിലാണ് കണ്ടാണ്, കവളപ്പാറ പോലുള്ള മേഖലകളിൽ കണ്ടതാണ്. ഇതാണ് ആ കുന്ന് കമ്പി കണ്ടിട്ട് അവിടെ എന്ത് ചെയ്യണം വന്നു വീഴും. പിന്നെ അവിടെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് thousands of years for top soil to regenerate. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഏകദേശം 1000 വർഷം എടുക്കും. എന്നാണ്ട് 1 ഇഞ്ച് തിക്ക് ലെയർ ഓഫ് സോയിൽ ഉണ്ടാവാൻ ഏകദേശം 1000 വർഷം എന്ത് ചെയ്യും എടുക്കും ഒരു ടോപ്പ് സോയിൽ ജനറേറ്റ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, ടോപ്പ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂഡ് സ്പ്രൗട്ടിംഗ് ഓഫ് ലൈഫ്. എന്താണ് ജീവന്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുന്നേ പറയുന്നതാണ്. നമ്മളെ ഈ പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, വി ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, എന്താണ് അവരുടെ ഇല്ലാതെ നിലനിൽപ്പിന് എന്താവശ്യമാണ്, ഈ ടോപ്പ് സോയിൽ അല്ലെങ്കിൽ സോയിൽ വളരെ അത്യാവശ്യമാണ്. ഫോർ ദിസ് കൺസർവേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. അപ്പൊ എന്താണ് നമ്മളെ എല്ലാവരെയും നിലനിൽപ്പിന് എന്താവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു, സോയിൽ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരെ സംരക്ഷിക്കുക, മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. ആരെ നമുക്ക് നിലനിൽക്കുന്ന ഏറ്റവും വലിയ മാർഗം എന്താണ്, ഈ മണ്ണിനെ അല്ലെങ്കിൽ ടോപ്പ് സോയിലിനെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം മണ്ണിനെ സംരക്ഷിക്കുക. ഫസ്റ്റ് നോക്കിയാണ് ചെക്ക് ഡീഫോറസ്റ്റേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ചാസ് എന്താണ് ഈ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണമൊക്കെ എന്തിന് കാരണമായിട്ടാണ്, സോയിൽ ഡിപ്ലീഷന് കാരണമായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെക്ക് ഡീഫോറസ്റ്റേഷൻ, മരങ്ങളൊന്നും മുറിച്ച് കളയാനായിട്ട് പാടില്ല. ഡീഫോറസ്റ്റേഷൻ ആണ് ചെക്ക് ചെയ്യണം, തടയണം. അടുത്ത ക്രോപ്പ് റൊട്ടേഷൻ, അതായത് വിളകൾ മാറി മാറി എന്ത് ചെയ്യാം കൃഷി. ഇപ്പൊ നെൽകൃഷി ചെയ്യണേ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും പയർ കൃഷിയോ അല്ലെ അടുത്ത വേറെ എന്തെങ്കിലും എന്ത് ചെയ്യണം കൃഷി ചെയ്യണം. അപ്പം ക്രോപ്പ് എന്ത് ചെയ്യണം, മാറി മാറി എന്ത് ചെയ്യണം കൃഷി ചെയ്യണം. അപ്പൊ സോയിൽ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുന്നത് സഹായിക്കും. ക്രോപ്പ് റൊട്ടേഷൻ. നിങ്ങള് ഉയർന്ന പ്രദേശങ്ങളിലൂടെ വണ്ടിയിൽ പോണ സമയത്ത് നമുക്ക് കാണാൻ പറ്റും റബ്ബറൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളിൽ തട്ടായിട്ട് എന്ത് ചെയ്യും, ഇവിടെ തിരിച്ചേക്കും. ടെറസായിട്ട് എന്ത് ചെയ്യും, ഒരു തട്ട് കഴിഞ്ഞിട്ട് അടുത്ത തട്ട്. അതായത് ഇപ്പം
തട്ടല്ല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഒലിച്ച് താഴോട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി തട്ടാക്കുമ്പോഴോ ഒരു തട്ട് ഫുള്ള് വെള്ളം നിറഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് അടുത്ത തട്ടിലോട്ട് വെള്ളം ഇറങ്ങുള്ളൂ. അപ്പം ഈ തട്ടായിട്ട് തിരിച്ച് കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഹിൽ സ്ലോപ്പിൽ കൃഷി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമ്പോൾ സോയിൽ ഇറോഷൻ റേറ്റ് അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും, മണ്ണ് ഒലിച്ചു പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. എങ്ങനെ ചെയ്യുമ്പോൾ, ടെറസ് ഫാമിംഗ് ചെയ്യുമ്പോൾ, തട്ടായിട്ട് എന്ത് ചെയ്യുമ്പോൾ കൃഷി ചെയ്യുമ്പോൾ. ലാസ്റ്റ് പോയിന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, തടയണകൾ എന്ത് ചെയ്യണം നിർമ്മിക്കും. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ എന്ത് ചെയ്യുമ്പോൾ, വീടിന്റെ പുരയിടത്തിലൊക്കെ എന്ത് ചെയ്യൂടെ, ഈ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം തങ്ങി നിൽക്കാൻ നമ്മൾ ചെറിയ ബണ്ടുകളൊക്കെ ഇട്ട്, മണ്ണ് വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് ബണ്ടൊക്കെ ഇട്ടു. അതൊക്കെ എന്ത് ചെയ്യൂടെ, ഈ ശക്തമായിട്ട് വെള്ളം ഒലിച്ച് വരുന്ന പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം ഒലിച്ച് മണ്ണെടുത്തോണ്ട് പോകാതിരിക്കണം നമുക്ക് ചെറിയ എന്ത് ചെയ്യാം, തടയണകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കെട്ടാനായിട്ട് പറ്റും. ചെക്ക് ഡാംസ് നമ്മൾ ഇപ്പൊ തോട്ടിലൊക്കെ നോക്കി കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ വെള്ളച്ചാട്ടം പോലെ വെള്ളം എന്ത് ചെയ്യും, ഒരു കൺസ്ട്രക്ഷൻ കാണും, ഒരു കോൺക്രീറ്റ് കെട്ടിയാണ്, അതിന്റെ മുകളിൽ കൂടെ വെള്ളം എന്ത് ചെയ്യും, പൊങ്ങിച്ചാടും. അത് നമ്മൾ ചെക്ക് ഡാം, ചെറിയ ചെക്ക് ഡാമുകൾ നമ്മൾ തോടുകളിലൊക്കെ എന്ത് ചെയ്യും നിർമ്മിക്കും. ഒന്നുകൂടെ പറയുകയാണ്, ചെക്ക് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം എന്ത് ചെയ്യുക, തടയുക. സെക്കൻഡ്, ക്രോപ്പ് റൊട്ടേഷൻ എന്ത് ചെയ്യുക, വിളകൾ എന്ത് ചെയ്യുക, മാറി എന്ത് ചെയ്യുക കൃഷി ചെയ്യുക. നെല്ല് കൃഷി ചെയ്തെടുത്ത പയർ ചെയ്യുക, പയർ ചെയ്തെടുത്ത വേറെ എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ മാറി എന്ത് ചെയ്യുക കൃഷി ചെയ്യുക. ടെറസ് ഫാമിംഗ് എലോങ് ഹിൽ സ്ലോപ്പ് എന്നാണ്. കുന്നും പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുക, തട്ട് തിരിച്ചുള്ള കൃഷി എന്ത് ചെയ്യുക. അപ്പൊ ഒരു തട്ട് നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത തട്ടിലോട്ട് എന്ത് ചെയ്യുള്ളൂ ഇറങ്ങുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഫിഗർ കാണാൻ പറ്റും, ടെറസ് ഫാമിങ്ങിന്റെ ഫിഗർ കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, എന്താണ്, തടയണകൾ നിർമ്മിക്കുക. അപ്പൊ മണ്ണൊലിപ്പ് എന്ത് ചെയ്യും, തടയും. വെള്ളം ഒലിച്ചു പോകുന്ന മേഖലയിൽ എങ്ങനെ ചെയ്യുമ്പോഴേട്ട് തിരിച്ചേക്കും പ്രദേശങ്ങളിൽ